السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عسير. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ അടുത്ത മലക്കുകൾ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ അടുക്കൽ മലക്കുകൾ എത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അതിഥികൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിക്ക് മനസ്സിലായിരുന്നില്ല അത് മലക്കുകളായിരുന്നു. കാരണം മനുഷ്യവേഷത്തിലായിരുന്നു മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ അടുത്ത് എത്തിയത്. അങ്ങനെ അതിഥികളെ സൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവർക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ മനസ്സിൽ പേടി വരികയാണ്. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, ഞങ്ങൾ ഒരു വാർത്ത അറിയിക്കാൻ വന്ന മലക്കുകളാണ് എന്ന്. അപ്പൊ ലൂത്ത് നബി ഇസ്ലാമിന്റെ അടുക്കൽ മനുഷ്യരൂപത്തിലാണ് മലക്കുകൾ വന്നത്. അപ്പൊ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിലാണ് അവർ വരിക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. അപ്പൊ ദഹിയത്തുൽ ഖൽബ് എന്ന പേരുള്ള ഒരു സഹാബിയുടെ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ദഹിയത്തുൽ ഖൽബ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരുന്നു എന്ന്. അപ്പോൾ നല്ല രൂപത്തിലാണ് മലക്കുകൾ ഇങ്ങനെ ഇതേ രൂപത്തിൽ പ്രവാചകന്മാരുടെ അടുത്ത് വരിക. അപ്പൊ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു ഈജിപ്തിലെ പെണ്ണുങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇത് മനുഷ്യനല്ല, ഇത് മലക്കുകളാണെന്നാണ് ആ സ്ത്രീകൾ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പൊ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലാണ് അവർ വരിക. അങ്ങനെ നല്ല രൂപത്തിൽ ലൂത്ത് നബി ഇസ്ലാമിയുടെ വീട്ടിലേക്ക് അവർ വന്നു, അതിഥികളായിട്ട് വരികയാണ്. ലൂത്ത് നബി ഇസ്ലാം അതിഥികളെ കണ്ടപ്പോൾ സന്തോഷത്തിന് പകരം ലൂത്ത് നബി ഇസ്ലാമിയുടെ മനസ്സിൽ മുഴുവൻ ഒരു ആകുലതയും പേടിയുമായിരുന്നു. കാരണം നാട്ടിലെ ആൾക്കാരുടെ ഒരു സ്വഭാവം, അവര് അതിഥികളെ കണ്ടാൽ, പുരുഷന്മാരായ അതിഥികളെ കണ്ടാൽ വെറുതെ വിടില്ല. ലൂത്ത് നബി ഇസ്ലാം വേഗം അവരെ വീട്ടിലേക്ക് കയറ്റി വാതിലടക്കിയാണ്. അള്ളാഹു ആ രംഗം വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിയോഗിച്ച മലക്കുകൾ ലൂത്ത് നബി ഇസ്ലാമയുടെ അടുക്കൽ വന്നപ്പോൾ അവരെ കണ്ടതും ലൂത്ത് നബി ഇസ്ലാമയുടെ മനസ്സിന് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടു. ലൂത്ത് നബി ഇസ്ലാമയുടെ മനസ്സ് നെടുങ്ങി. കാരണം പേടി കാരണമാണ് ഇത്. അത്രയും സുന്ദരന്മാരായ ആൾക്കാരാണ് കയറി വന്നിട്ടുള്ളത്. അപ്പൊ നാട്ടുകാർ കണ്ടാൽ ഇവരെ എന്തായാലും വെറുതെ വിടില്ല. ലൂത്ത് നബി ഇസ്ലാമിക്ക് അവരെ കണ്ടപ്പോൾ പേടി കൂടുകയാണ്. വഖാല ഹാദാ യൗമുൻ അസീബ്. ലൂത്ത് നബി ഇസ്ലാം പറഞ്ഞു, ഇതൊരു വലിയൊരു പ്രയാസകരമായ ദിവസമാണല്ലോ. ഇനി ഈ അതിഥികൾ എന്റെ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ആ ദിവസങ്ങളോളം എനിക്ക് പ്രയാസകരമായിരിക്കും. ഇവരെ സംരക്ഷിക്കണം ഈ നാട്ടുകാരിൽ നിന്ന് ലൂത്ത് നബി ഇസ്ലാം പറയുകയാണ്. ഈ ഒരു വിവരം ലൂത്ത് നബി ഇസ്ലാമിയുടെ വീട്ടിൽ ഇങ്ങനെ നല്ല അതിഥികൾ വന്നിട്ടുണ്ട്, സുന്ദരന്മാരായ ആൾക്കാര് എന്ന വിവരം ലൂത്ത് നബി ഇസ്ലാമിയുടെ ഭാര്യ നാട്ടുകാരെ അറിയിച്ചു. കാരണം ഭാര്യ കാഫിറത്തായ ഭാര്യയാണ്. അപ്പൊ നാട്ടുകാരെ ആ വിവരം അറിയിക്കുകയാണ്. അപ്പൊ 6 നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ഓടി വീടിന് ചുറ്റും കൂടുകയാണ്. അപ്പൊ അത്രയും അധപതിച്ച ഒരു സമൂഹമായിരുന്നു അത്. ഒരു നന്മയും എടുത്തു പറയാൻ ഉണ്ടായിരുന്നില്ല അവര്. അപ്പൊ അവർ വീടിന് ചുറ്റും കൂടി ലൂത്ത് നബി ഇസ്ലാമിയുടെ വീട് കതകിൽ മുട്ടാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര കുഴപ്പം സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ്. അള്ളാഹു സൂറത്ത് ഹൂദിൽ ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. ലൂത്തിന്റെ സമൂഹം അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ലൂത്ത് നബി ഇസ്ലാമിലേക്ക് ഓടിയെത്തി. യുഹറൂന ഇലൈഹി എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ട് ഓടി വരിക എന്നാണ്. അപ്പൊ എന്തോ ഒരു വലിയ സാധനം കിട്ടിയതുപോലെ ധൃതിപ്പെട്ട് ഓടി വന്നു. അവർ മുമ്പേ ഇമ്മാതിരി ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ലൂത്ത് നബി ഇസ്ലാം അവരോട് പറയുകയാണ്, യാ ഖൗമി ഹൗലായി ബനാതി കുന്ന അത്ഹറു ലക്കും.
ഈ ഒരു സമൂഹമേ, എന്റെ പെൺമക്കളുണ്ട്, ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. പുന്ന അത്തുഹറുലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധിയുള്ള ജീവിത മാർഗം എന്ന് ലൂത്ത് നബി ഇസ്ലാം ആ ഓടിക്കൂടിയ ജനങ്ങളോട് പറയുകയാണ്. അപ്പൊ എന്റെ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് അവരോട് ലൂത്ത് നബി ഇസ്ലാം കൽപ്പിക്കുകയാണ്. ലാ തുഖ്സൂന ഫീ വൈഫി, അപ്പൊ എന്റെ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത്. കാരണം ലൂത്ത് നബി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. അപ്പൊ അവരെ മുന്നിൽ വെച്ച്, അപ്പൊ എന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ, അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ വഷളാക്കരുത് എന്ന് ലൂത്ത് നബി ഇസ്ലാം ആ ഒരു സമൂഹത്തോട് പറയുകയാണ്. അലൈസ മിൻകും റജുലുൻ റഷീദ്, ലൂത്ത് നബി ഇസ്ലാം ചോദിച്ചൊരു ചോദ്യമാണ് സമൂഹത്തോട്. നിങ്ങളിൽ ഒരു മാന്യതയുള്ള, ഒരു വിവേകമുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ? അപ്പൊ ആൾക്കാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു പുരുഷന്മാരകത്തിരിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും യാതൊരു രീതിയിലും അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവസാനം ചോദിച്ച ചോദ്യമാണിത്, അലൈസ മിൻകും റജുലുൻ റഷീദ്, അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒറ്റൊരുത്തനും ഇല്ലേ? അപ്പോൾ അവർ തിരിച്ച് മറുപടി പറയുകയാണ് ലൂത്ത് നബി ഇസ്ലാമയോട്, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്തേ, നിനക്കറിയാം നിന്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. വഇന്നക ലതഅലമു മാ നുരീദ്, നാം ഉദ്ദേശിക്കുക എന്താണെന്ന് നിനക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അവർ ആ ഉദ്ദേശത്തിൽ തന്നെ വന്നതാണെന്ന്. അത്രയും നീചന്മാരായിരുന്നു ആ ഒരു സമയം. അപ്പൊ നിന്റെ പെൺമക്കളെ കിട്ടിയാൽ നമുക്ക് അവരെ ആവശ്യമില്ല, നമുക്ക് സ്ത്രീകളെ ആവശ്യമില്ല. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നിനക്കറിയാം. എന്ത് ചെയ്യണം? നീ ആ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ലൂത്ത് നബി ഇസ്ലാമയുടെ ആ സമൂഹം പറയുകയാണ്. അപ്പൊ ഈ വീടിന്റെ ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമൂഹം പല രീതിയിൽ. ലൂത്ത് നബി ഇസ്ലാം ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പ്രയാസത്തിലാവുകയാണ്. കാരണം വീട്ടിലൊരു അതിഥികൾ വന്നിരിപ്പുണ്ട്. അപ്പോൾ ആ അതിഥികളോട് ലൂത്ത് നബി ഇസ്ലാം പറയുകയാണ്, ഖാല ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചേനെ. പക്ഷെ എന്തില്ല, ഈ നാട്ടുകാരെ എതിർക്കാൻ കഴിയുന്നില്ല എനിക്ക്, കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഈ നാട്ടുകാരെ എതിർത്ത് തോൽപ്പിച്ച് നിങ്ങളെ സുരക്ഷിതരായി എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഖാല ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, ഒരു പ്രവാചകന്റെ വാക്കാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എപ്പോഴും സത്യത്തിന്റെ ആൾക്കാർ കുറച്ചായിരിക്കും, ബലഹീനന്മാരായിരിക്കും. അപ്പൊ ബാത്തിലിന്റെ ആൾക്കാരായിരിക്കും എപ്പോഴും, അവർക്ക് മുകളിലായിരിക്കും ഏതൊരു കാലഘട്ടത്തിലും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ലൂത്ത് നബി ഇസ്ലാം പറയുകയാണ്, ഖാല ലൗ അന്ന ലീ ബിക്കും ഖുവ്വ, അപ്പൊ എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അവരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തേനെ എന്ന് ലൂത്ത് നബി ഇസ്ലാം പറയുകയാണ്. ഔ ആവി ഇലാ റുക്നിൽ ഷദീദ്, അപ്പൊ അല്ലെങ്കിൽ ഏതെങ്കിലും അഭയസ്ഥാനത്തേക്ക് ഞാൻ നിങ്ങൾക്ക് അഭയം നൽകുമായിരുന്നു, എനിക്ക് കഴിയാതെ പോയി. സങ്കടം പറയുകയാണ് ലൂത്ത് നബി അലൈഹി സ്വലാം ആ ഒരു വന്ന മനുഷ്യരോട്. അപ്പൊ ഈ സമൂഹത്തിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട് തന്റെ അതിഥികളോട് ലൂത്ത് നബി അലൈഹി സ്വലാം ആ സങ്കടം ബോധിപ്പിക്കുകയാണ്. അപ്പൊ അവരിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ ഒരു പ്രയാസം ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വാക്കുകളിൽ ആ മലക്കുകൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, മലക്കുകളാണ്. ആ മലക്കുകൾ പറയുമ്പോഴാണ് ലൂത്ത് നബി ഇസ്ലാം അത് അറിയുന്നത്, ആ വന്നത് മലക്കുകളാണെന്ന്. ഖാലു, അപ്പൊ വന്ന ആൾക്കാർ പറഞ്ഞു, യാ ലൂത്തു ഇന്നാ റുസുലു റബ്ബിക്, നമ്മൾ നിന്റെ റബ്ബ് അയച്ചിട്ട് വന്നതാണ്. ലൻ യസിലു ഇലൈക്, അപ്പൊ നിന്റെ സമൂഹം ഒരിക്കലും നിന്റെ അടുക്കലേക്ക് എത്തില്ല. അപ്പൊ അവർക്കൊരു തടയുണ്ട്. ഫഅസ്രി ബി അഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈൽ, അപ്പൊ ആ വന്ന ഉദ്ദേശം ലൂത്ത് നബി ഇസ്ലാമെ അറിയിക്കുകയാണ് മലക്കുകൾ. അപ്പൊ നിന്റെ കുടുംബത്തെയും ഈ മുഅ്മിനീങ്ങളെയും കൂട്ടിയിട്ട്, അപ്പൊ നിന്നെ പിൻപറ്റുന്ന ആ മുഅ്മിനീങ്ങളെയും കൂട്ടിയിട്ട് ഈ രാത്രി തീരുന്നതിന് മുമ്പ് ഈ നാട് വിട്ടുപോകണം. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം മലക്കുകൾ അറിയിക്കുകയാണ് ലൂത്ത് നബി ഇസ്ലാമെ. അപ്പൊ നിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട് രാത്രി തീരുന്നതിന് മുമ്പ് ഈ നാട് വിട്ടുപോകണം. വലാ യൽതഫ് മിൻകും അഹദ്, നിങ്ങളിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കരുത്. അത്രയും വലിയ ആ ശബ്ദ കോലാഹലങ്ങൾ, ഒച്ചപ്പാടും ബഹളവും നിലവിളികളും അട്ടഹാസങ്ങളും ഒക്കെ കേൾക്കും. വലാ യൽതഫിത് മിൻകും അഹദ്, എന്നാലും ഒരാളും സ്വന്തം നാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഈ രാത്രി കൊണ്ട് ഈ സ്ഥലം വിടണം എന്ന മലക്കുകൾ ലൂത്ത് നബി ഇസ്ലാമിക്ക് ആ സന്ദേശം പകർന്നു കൊടുക്കുകയാണ്. ഇല്ലംബ്രാത്ത, നിന്റെ ഭാര്യയെ കൂട്ടാൻ പാടില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പ്രവാചകന്റെ ഒരു മനസ്സ്. അപ്പൊ ഇത്രയും വർഷം ദഅവത്ത് ചെയ്തിട്ട് പോലും ആ സ്വന്തം ഭാര്യയ്ക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയോ സ്തുതിക്കണം റബ്ബിനെ. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ആ ഒരു ഹിദായത്ത്, ആ ഹിദായത്ത് എന്ന തൗഫീഖ് അള്ളാഹു നൽകിയതിൽ അൽഹംദുലില്ലാഹ് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ഭാര്യ, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പിതാവ്,
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ. അപ്പൊ അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല ആ ഒരു ഹിദായത്ത്. പക്ഷെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്ത് നൽകി. അപ്പൊ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നും തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. അപ്പൊ അതിന് എപ്പോഴും സ്തുതിക്കുക, എപ്പോഴും നമ്മൾ ശുക്റുള്ളവരാകണം. അപ്പോൾ നിന്റെ ഭാര്യയെ ഒഴിച്ച് മറ്റെല്ലാവരെയും കൂട്ടിയിട്ട് രാത്രിക്ക് മുമ്പ് തന്നെ ഈ നാട് വിടണമെന്ന് ആ മലക്കുകൾ നിർദ്ദേശം കൊടുക്കുകയാണ് ലൂത്ത് നബി ഇസ്ലാം. ഇന്നഹു മുസീബുഹാ മാ അസാബഹു. അപ്പൊ നിന്റെ നാട്ടുകാർക്ക് ബാധിക്കുന്ന ശിക്ഷ അത് നിന്റെ ഭാര്യയ്ക്കും ബാധിക്കും എന്ന് ആ മലക്കുകൾ പറയുകയാണ്. ഇന്ന മൗഇദുഹും മുസ്സുബ്ഹ്. അപ്പൊ അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയം സുബഹിന്റെ സമയമാണ്. അപ്പൊ ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സുബഹിന്റെ സമയത്തിന്റെ പ്രത്യേകത ഗാഫിലീങ്ങൾ അവര് അശ്രദ്ധമായിരിക്കുന്ന ഒരു സമയമാണ് ആ സുബഹിന്റെ സമയം. അപ്പൊ മുഅ്മിനീങ്ങൾ ഒരിക്കലും ആ ഒരു സമയത്ത് അശ്രദ്ധമാവുകയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പൊ ഫജ്റിന്റെയും ഖിയാമുൽ ലൈലിന്റെയും ആ സമയം, അപ്പൊ രാത്രിയുടെ ആ അവസാന ഭാഗം. അപ്പൊ അള്ളാഹുവിനെ ഓർമ്മയില്ലാത്ത, അള്ളാഹുവിനെ പേടിയില്ലാത്ത, ആഖിറത്തിന്റെ ഒരു ചിന്തയും ഇല്ലാത്ത ആൾക്കാർ സുഖമായി കിടന്നുറങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ആ ശിക്ഷയൊക്കെ വരുന്നത്. കാരണം അള്ളാഹുവിൽ അശ്രദ്ധമായി കഴിയുന്നവർ, ഗാഫിലീങ്ങൾ അശ്രദ്ധമായി കഴിയുന്ന ഏറ്റവും വലിയ സമയമാണ് ആ സുബഹിന്റെ സമയം. അലൈസ സുബ്ഹു ബിഖരീബ്. ആ സുബഹി ഇതാ അടുത്തിരിക്കുന്നു. അവര് നിർദ്ദേശം നൽകുകയാണ് മലക്കുകൾ, പെട്ടെന്ന് എന്ത് ചെയ്യണം? നിന്റെ കുടുംബത്തെ കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകണം. മലക്കുകൾ ഇത് പറയുകയാണ്. ലൂത്ത് നബി ഇസ്ലാമും ആ വീട്ടിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങളും ലൂത്ത് നബി ഇസ്ലാമിയുടെ മക്കളും ആ യാത്ര പോകാൻ തയ്യാറായി. പക്ഷെ എന്താ, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു ജനക്കൂട്ടം പുറത്തേക്ക് മറ്റുള്ളവർ കാത്തിരിക്കുകയാണ്, ആ അതിഥികളെയും കാത്തിരിക്കുകയാണ് ആ ഒരു ജനത. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹി ഇസ്ലാം അവരുടെ കാഴ്ചകൾക്ക് മങ്ങൽ വരുത്തുകയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ ചിറകുകൾ കൊണ്ട് ഒന്ന് വീശുകയാണ്. അപ്പൊ അവരുടെ കാഴ്ച ഇല്ലാതായി. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് റാവദൂഹു അൻ ലൈഫിഹി. ലൂത്ത് നബി ഇസ്ലാമിയുടെ അതിഥികളെ വികാരത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാർ ഫതമസ്നാ അയുനുഹും, അവരുടെ കണ്ണുകളെല്ലാം പൂട്ടിച്ചു. ഫദൂഖു അദാബി വനുദുർ. അള്ളാഹു പറയുകയാണ്, എന്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ എന്റെ താക്കീത് നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ കാഴ്ചകൾ അങ്ങനെ നഷ്ടപ്പെട്ടു. അവർ ആ അന്ധരായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊന്നൊക്കെ പോകേണ്ടത് തിരിയുന്നില്ല. പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ആ ഒരു ജനത. ആ ഒരു സമയത്ത് ലൂത്ത് നബി ഇസ്ലാം തന്റെ മുഅ്മിനീങ്ങളായവരും ആ മക്കളും ആ കൂട്ടിയിട്ട് അവരെല്ലാവരെയും കൂടിയിട്ട് ആ നാട് വിട്ടു പോവുകയാണ്. അപ്പൊ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഹദീസിലോ വിശുദ്ധ ഖുർആനിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നില്ല. നമ്മൾക്ക് താരീഖ്, ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഹൈസു അറാദ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ഇടത്തേക്ക് ലൂത്ത് നബി ഇസ്ലാമും ആ മുഅ്മിനീങ്ങളും നാട് വിടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ ഒരു വിശദീകരണം നൽകുന്നത്. അതായത് ഒന്ന്, ആ ഒരു സമയത്ത് ആ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട് എന്ന ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ കൂടെ ഭാര്യയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഈ നാട്ടിലേക്ക് ശിക്ഷ ഇറങ്ങുന്ന ആ ശബ്ദം കേട്ടിട്ട്, ആ ഒരു അട്ടഹാസങ്ങൾ കേട്ടിട്ട് ആ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ആ ഒരു സമയം ശിക്ഷ അവരെയും പിടികൂടി എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ രണ്ടും രീതിയിലുള്ള അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾക്കിടയിൽ കാണാൻ കഴിയും. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ലൂത്ത് നബി ഇസ്ലാമിയും ആ മുഅ്മിനീങ്ങളും ആ നാട്ടിൽ നിന്ന് പോയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്. ആ ഒരു മുശ്രിക്കീങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ ആ ഒരു ശിക്ഷ ഇറങ്ങുകയാണ്. ആ പ്രഭാത സമയത്ത് ഒരു വലിയൊരു ശബ്ദം അവരെ പിടികൂടി. ഫജഅൽനാ ആലിഹ സാഫിലഹ. അപ്പൊ ആ ഭൂമിയെ, ആ ഒരു പ്രദേശം, ആ സദൂം ഭൂമിയെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു ചിറകിൽ ഉയർത്തി. ആ ഒരു സ്ഥലം മുഴുവനായി, ആ നാട് മുഴുവൻ ഒരു ചിറകിൽ അങ്ങ് ഉയർത്തുകയാണ്. നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ആകാശത്തിന്റെ അടുത്തെത്തിച്ചിട്ടുണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു നാടിനെ മുഴുവൻ മുകളിലേക്ക് കൊണ്ടുപോയി. ആ നാട്ടിലെ മനുഷ്യന്മാരുടെ ശബ്ദങ്ങളും ആ നായയുടെ ഓരിടലും കോഴികളുടെ കൂവലും ഒക്കെ ആകാശ ലോകത്തുള്ള ആ മലക്കുകൾ കേൾക്കുമാർ ഈ ഭൂമി, ആ ഒരു പ്രദേശത്തെ ആകാശത്തേക്ക് അടുപ്പിച്ചു. അതിനെ നേരെ തിരിച്ചു ഭൂമിയിലേക്ക് ഒരു അടിയടിച്ചു. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ. ഫജഅൽന, അതിനെ ആക്കി എങ്ങനെ, ആലിഹ സാഫില, അതിന്റെ മുകൾ ഭാഗം നേരെ താഴ്ഭാഗത്താക്കി. വംതർന അലൈഹി, അതുകൊണ്ട് മതിയായിട്ടില്ല, അവരുടെ മേൽ എന്ത് വർഷിച്ചു? മഴ വർഷിപ്പിച്ചു. ഹിജാറത്ത്, കല്ലിന്റെ മഴ. മിൻ സിജ്ജിൽ, ചുട്ടുപഴിപ്പിച്ച തീയുണ്ട കണക്കെയുള്ള കല്ലുകൾ മഴയായിട്ട് വർഷിച്ചു.
മിൻ സിജ്ജീലിൻ മന്ദൂദ്, അട്ടിക്കട്ടിയായിട്ട് ആ കല്ലുകൾ അവരുടെ മേൽ മഴ വർഷിക്കുന്നത് പോലെ വർഷിച്ചു. അപ്പൊ എല്ലാവരെയും ചുട്ടു ചാമ്പലാക്കി ആ നാട് മൊത്തം നശിപ്പിച്ചു. അപ്പൊ നിമിഷ നേരം കൊണ്ട് ആ നാട് മുഴുവൻ നശിക്കുക. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം ചിറകിലെടുത്ത് ആ മുകളിലേക്ക് കൊണ്ടുപോയി ഒരൊറ്റ അടി താഴേക്ക് അടിക്കുകയാണ്. അപ്പൊ എല്ലാം തീർന്നു. അപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന ആ മനുഷ്യരിലേക്ക് എന്ത് ചെയ്തു? ആ കല്ലിന്റെ മഴയും വന്നു. അപ്പൊ ആ കല്ലിൽ ഓരോരുത്തരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കല്ലിലും ഈ കല്ല് എവിടെ പതിക്കണം, ആരുടെ മേൽ പതിക്കണം എന്നുള്ള പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നാട് നിമിഷ നേരം കൊണ്ട് ആ നാട് മുഴുവനായി നശിക്കുകയാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാം ആ മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ടു പോയി. ആ നാട് അതിനുശേഷം ഒരാൾക്കും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ, ആ ഒരു ജനവാസത്തിന് യോജ്യമല്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നും ബാക്കിയാക്കിയേക്കാണ്. ലോകർക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടി ആ ഒരു ഭൂമി ഇന്നും ബാക്കിയാക്കിയേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് തറക്നാ മിൻഹാ ആയതൻ ബയ്യിനതൻ ലിഖൗമി യഅഖിലൂൻ. അപ്പൊ ചിന്തിക്കുന്നവർക്ക് അതൊരു വലിയ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് നാം ആ നാടിനെ ബാക്കിയാക്കി. ഇന്ന് ഭൂമിയുടെ കരയിൽ ഏറ്റവും താഴ്ന്ന ഭാഗം ആ ഒരു നാടാണ്. ഇപ്പം നമുക്കറിയാം ഡെഡ് സീ, ചാവുകടൽ എന്നറിയപ്പെടും. ആ ചാവുകടലിന്റെ അടിയിലാണ് ഇന്ന് ആ നാടുള്ളത്. അപ്പൊ ആ മുകളിലേക്ക് ഉയർത്തി താഴേക്കിടുന്ന ആ ശക്തിയിൽ എന്തു സംഭവിച്ചു? ആ ഭൂമിയുടെ നിരപ്പിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് 430 മീറ്റർ താഴ്ചയിലാണ് ഇന്ന് ആ നാടുള്ളത്. അപ്പൊ കരയിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ആ ഒരു ചാവുകടൽ, ഡെഡ് സീ എന്നറിയപ്പെടും. അവിടെ ഇന്നും എന്തില്ല, ഒരു മനുഷ്യന് താമസിക്കാൻ യോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. ഇന്നും ജോർദാൻ, അതുപോലെ തന്നെ ഫലസ്തീൻ, ഇസ്രായേൽ, സിറിയ, ഇസ്രായേൽ, ഈ ഭാഗം, അതിന്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയ ഒരു ഭാഗമാണ് ഈ ഒരു പ്രദേശം, സദൂം പ്രദേശം. ഇന്നും ആ കടലിൽ എന്തില്ല, ആ തടാകത്തിൽ മീനുകൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ താമസിക്കാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർക്കും അവിടെ ജീവിക്കാൻ യോഗ്യമല്ല. അത് ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കിയിരിക്കുകയാണ് ആ ഒരു പ്രദേശം. അത്രയും നീചവൃത്തി ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പൊ എന്നിട്ടുള്ള ബാക്കി എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അതിനെ ബാക്കിയാക്കി. അള്ളാഹുവിന്റെ ആ ഒരു ദേഷ്യം അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ആ സ്ഥലം പരിചയമുണ്ട്, മക്കാ മുശ്രിക്കുകൾക്കും ആ ഒരു സ്ഥലം പരിചയമുണ്ട്. കാരണം അവർ അതിലൂടെയാണ് ഷാമിലേക്കുള്ള ആ യാത്രകൾ നടത്തിയിരുന്നത്. അപ്പൊ മക്കത്തെ മുസ്ലിങ്ങൾ അതിലൂടെയാണ് ആ ഷാമിലേക്കുള്ള യാത്രകൾ നടത്തിയത്. അപ്പൊ ഈ ഖുർആന്റെ ആയത്ത് അവരിൽ തന്നെ കുറെ ആൾക്കാരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ രീതി. ആ ഒരു സമൂഹം വളരെ മോശമായ നീചമായ പ്രവർത്തനം ചെയ്തു. പ്രവാചകന്മാർ വന്നു പല രീതിയിൽ ഉപദേശിച്ചു. പക്ഷെ ആ ഉപദേശം സ്വീകരിക്കാതായപ്പോൾ ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവനായി നശിപ്പിക്കുകയാണ്. അപ്പൊ അതും ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. ഇതാണ് ആ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു ഭാഗം. മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഈ ഒരു രീതിയിലുള്ള ചരിത്രം മാത്രമേ, അവരുടെ ഒരു സ്വഭാവ വിശേഷണം മാത്രമേ നമുക്ക് കാണാൻ കഴിയും ഹദീസിലും ഖുർആനിലും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. സാധാരണ എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് പ്രബോധനം ചെയ്യുന്നത്. പക്ഷെ ലൂത്ത് നബി ഇസ്ലാമിയുടെ ആ രീതിയിലുള്ള ഒരു പ്രബോധനങ്ങളൊന്നും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു നീചവൃത്തിക്കെതിരെ ഉള്ള സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ആ ഒരു സമൂഹം മുസ്ലിങ്ങളിലേക്കാണ്. അപ്പൊ ആ ഒരു സമൂഹത്തിലേക്കല്ല, അതായത് ലൂത്ത് നബി ഇസ്ലാം വന്നത് മുസ്ലിങ്ങളിലേക്കാണ്. അപ്പൊ ആ ഒരു സമൂഹം മുസ്ലിങ്ങളായിരുന്നു, പക്ഷെ അവരിൽ നീചവൃത്തി ഉണ്ടായിരുന്നു എന്ന് ചില കൂട്ട പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മുസ്ലിങ്ങളിലേക്കാണ് ഈ നീചവൃത്തിയിൽ ആ ഒരു ഫസാദായ ഒരു സ്വഭാവം ഈ ഒരു സമൂഹത്തിലേക്കാണ് ലൂത്ത് നബി ഇസ്ലാം വന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ഇതാണ് ലൂത്ത് നബി ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം വിശുദ്ധ ഖുർആനിലും സ്വഹീഹ് ഹദീസിന്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ ക്വിസ്, ഇൻഷാ അല്ലാഹ് അതിന്റെ ചോദ്യങ്ങൾ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് അത് വിതരണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ കളക്ഷൻ അത്തഖ്വ നാഷണൽ സ്കൂൾ, അപ്പൊ അതിന്റെ നമുക്കറിയാം ഏകദേശം 165ഓളം വിദ്യാർത്ഥികൾ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ നിന്ന് പഠിക്കുകയാണ്. അതിൽ 25ഓളം യതീമായ കുട്ടികളുണ്ട്. അപ്പൊ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്കറിയാം നോർത്ത് ഇന്ത്യ പോലത്തെ പ്രദേശങ്ങളിൽ ഇൽമു പഠിക്കാനുള്ള ഇതുപോലത്തെ സദസ്സുകളെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പൊ അതിനാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ ഒരു കളക്ഷനിൽ ഭാഗവാക്കാകാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.